ടീച്ചർ അമ്മയുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടാലോ? അപ്പച്ചി മരിച്ച സമയത്ത് ട്രെയിനിങ്ങിലായിരുന്ന വലിയമ്മയുടെ ഇളയ മോൻ ടീച്ചർ അമ്മയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഷോപ്പിംഗ് കഴിഞ്ഞു വരുന്ന വീണയെ കാണുന്ന അവൻ ടീച്ചറമ്മ മരിച്ചതിന്റെ സങ്കടം പറഞ്ഞ് കരയുന്നുണ്ട്. നീ വലിയ പട്ടാളക്കാരനൊക്കെ ആയില്ലേ, ഇനി കരഞ്ഞാൽ മോശാട്ടോ എന്നവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് എല്ലാരെയും വിളിച്ച് താൻ വാങ്ങിച്ച ഡ്രസ്സ് കാണിക്കാനായി അകത്തേക്ക് പോകുന്നുണ്ട് വീണ. വല്യമാമയ്ക്കും ലില്ലിമാമയ്ക്കും അവൾ ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. വല്യമാമ അത് നോക്കി ഇത് നല്ല വില കൂടിയതാണല്ലോ എന്ന് പറയുന്നുണ്ടെങ്കിലും വല്യമ്മയല്ലേ ഞങ്ങളുടെ കാർണോര്, അപ്പോൾ പിന്നെ കുറച്ച് വില കൂടിയതൊക്കെ ആവാം എന്ന് വീണയും പറയാ. പിന്നീട് അവൾ വിഷ്ണുവേട്ടനും രാധേച്ചിക്കും ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. രാധയാണേൽ ഡ്രസ്സ് കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ ഇത് ഓഫ് കളറാണല്ലോ, കല്യാണത്തിനൊന്നും ഉടുക്കാൻ പറ്റില്ലെന്ന് പറയാ. ഇത് കേൾക്കുന്ന വല്യമാമ നീ ഉടുത്തില്ലെങ്കിൽ അത് ലില്ലിക്കുട്ടിക്ക് അങ്ങ് കൊടുത്തേക്ക്, അവൾക്ക് കളറൊന്നും ഒരു പ്രശ്നമേ അല്ല, എന്ത് ഉടുക്കും എന്നൊക്കെ അവൾക്കിട്ട് കൊടുക്കുമ്പോൾ ഞാനിത് അല്ലാത്തപ്പോൾ ഉടുത്തോളാം എന്ന് പറഞ്ഞ് രാധ അത് കൈ തന്നെ വെക്കുക. പിന്നീട് മഹേഷിനെയും രേണുകയും വിളിച്ച് ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. രേണുകയാണേൽ അത് ഇഷ്ടപ്പെടാത്ത ഭാവത്തിൽ വാങ്ങിക്കൊണ്ട് പോണ കണ്ട് കുഞ്ഞി തൃപ്തിയില്ലാത്തവർക്ക് വാങ്ങി വെറുതെ കാശു കളയുന്ന എന്തിനാ എന്ന് വല്യമ്മ ചോദിക്കണമായിട്ട് രേണുക മുഖം വീർപ്പിക്കുന്നുണ്ട്. പിന്നീട് അവൾ വീട്ടിലെ കൊച്ചുങ്ങളെ എല്ലാം വിളിച്ച് അവർക്കുള്ള ഡ്രസ്സ് സന്തോഷത്തോടെ കൊടുക്കുക. അപ്പോൾ കനിക്ക് കൊടുക്കുന്നില്ലേ എന്ന് വല്യമാമ ചോദിക്കണ കേട്ട് എനിക്കുള്ളത് അവൾ ടെക്സ്റ്റൈൽസിൽ വെച്ച് തന്നെന്ന് കനി പറയുന്നുണ്ട്. നിനക്കൊന്നും വാങ്ങിയില്ലേ കുഞ്ഞി എന്ന് വല്യമ്മ ചോദിക്കുമ്പോൾ കല്യാണത്തലേന്നൊടുക്കാൻ മിഥുൻ സാർ തരുന്ന സാരിയില്ലേ, കല്യാണത്തിനൊടുക്കാൻ മേരിക്കുട്ടി ടീച്ചർ തരുന്ന സാരി, പിന്നെ കല്യാണത്തിന് സന്തോഷേട്ടൻ തരുന്ന പുടവ, എനിക്കിനി പിന്നെ വേറെ എന്ത് വാങ്ങാനാ വല്യമാമേ എന്ന് പറഞ്ഞുകൊണ്ട് വല്യമാമയോട് കുട്ടിച്ചൻ ചേട്ടനെ അന്വേഷിക്കാം. വല്യമാമ സന്തോഷത്തോടെ എണീറ്റ് നീ അവനും വാങ്ങിയോ, അവന് വലിയ സന്തോഷാവും കുഞ്ഞി എന്ന് പറഞ്ഞുകൊണ്ട് വല്യമാമ കുട്ടിച്ചനെ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാമെന്നും പറഞ്ഞ് കനിയും കല്ലുവിനെയും കൂട്ടി വീണ ഡ്രസ്സുമായി പുറത്തോട്ട് പോവുക. വീണ പുറത്തോട്ട് പോകുമ്പോഴേക്കും രേണു വന്ന് തൻ്റെ ഡ്രസ്സിൻ്റെ കവർ ടേബിളിൽ വെച്ച് ആർക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് തട്ടി മാറ്റണ കണ്ട് വല്യമാമ അവളുടെ അടുത്തേക്ക് വന്ന് ഇന്നലെ എൻ്റെ കൂടെ വന്ന കുട്ടിച്ചനെ പോലും കുഞ്ഞി ഓർത്തു, നിങ്ങൾക്കൊന്നും ഈ ജന്മം അവളെ മനസ്സിലാവില്ല എന്ന് പറയണ കേട്ട് ലോട്ടറി അടിച്ചേക്കുമല്ലേ, പിന്നെ വാങ്ങിച്ചാലെന്താ എന്നും പറഞ്ഞുകൊണ്ട് രേണു ഋതുവിനെയും കൂട്ടി റൂമിലേക്ക് പോവാൻ തുടങ്ങുമ്പോഴേക്കും മഹേഷ് ഡ്രസ്സ് എടുക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആർക്ക് വേണം ഡ്രസ്സ് എന്നും പറഞ്ഞുകൊണ്ട് അവൾ അവിടുന്ന് പോവുക. വീണ മുറ്റത്ത് ചെന്ന് പറമ്പിൽ പണിയെടുക്കുന്ന കുട്ടിച്ചൻ ചേട്ടനെ വിളിക്കുമ്പോൾ കുട്ടിച്ചൻ തൂമ്പയുമായി വരുന്നുണ്ട്. ചേട്ടൻ എൻ്റെ കല്യാണത്തിനിടാനുള്ള മുണ്ടും ഷർട്ടുമാ എന്നും പറഞ്ഞുകൊണ്ട് വീണ അത് കുട്ടിച്ചന് കൊടുക്കുമ്പോൾ കുട്ടിച്ചൻ അത് സന്തോഷത്തോടെ വാങ്ങി തൻ്റെ നെഞ്ചോട് ചേർത്ത് കരയുന്നുണ്ട്. എൻ്റെ മനസ്സ് നിറഞ്ഞു, ആരുമില്ലാത്ത എനിക്ക് ശിവരാമേട്ടൻ തന്ന ബന്ധുക്കളാ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് വീണയുടെ നേരെ കൈ കൂപ്പുന്നുണ്ട് കുട്ടിച്ചൻ. ഇതെല്ലാം കണ്ട് തൻ്റെ മക്കളുടെ കൂടെ നിൽക്കുന്ന വല്യമാമ തൻ്റെ മോൻ ജിജിയോടായി ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ, നിങ്ങളുടെ അപ്പയെ കണ്ട് പഠിക്കണമെന്ന്, അവളെ കണ്ട് പഠിച്ച കൊച്ചാ അത്, കുഞ്ഞി സരസ്വതിയുടെ പകർപ്പ് തന്നെയാ, അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ തോന്നില്ല. പിന്നീട് വല്യമാമയും കുട്ടിച്ചനും പുറത്തു പോയി വരുമ്പോഴേക്കും മുറ്റത്ത് കണ്ട ഷാമിയാന പന്തൽ കണ്ട് നമ്മൾ ഷാമിയാന പന്തൽ ഇടാൻ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ എന്ന് കുട്ടിച്ചനോട് ചോദിക്കുന്നുണ്ട്. സംശയത്തോടെ വല്യമാമ മുറ്റത്തേക്ക് ചെന്ന് മഹേഷിനെ വിളിച്ച് എടാ മഹേഷേ, നമ്മൾ ഷാമിയാന പന്തൽ പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല പറഞ്ഞിട്ടില്ല എന്ന് മഹേഷ് പറയുമ്പോൾ പിന്നെ ഇതെങ്ങനെ വന്നെന്ന് വല്യമാമ സംശയത്തോടെ നിൽക്കുമ്പോഴാണ് ശിവരാമേട്ടോ എന്ന് വിളിച്ചോണ്ട് സോമൻ സാർ അങ്ങോട്ട് വരുന്നത്. കൂടെ മേരിക്കുട്ടി ടീച്ചറും മിഥുൻ സാറും എല്ലാം ഉണ്ട്. ചേട്ടൻ ഇത് കണ്ട് കൺഫ്യൂഷൻ അടിക്കണ്ട, കണ്ണേറ്റിങ്കര UP സ്കൂൾ വകയാ ഈ ഷാമിയാന പന്തല് എന്ന് സോമൻ സാർ പറയുമ്പോൾ ഞാനേ പന്തലിനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, പെട്ടെന്ന് ഇതൊക്കെ കണ്ടപ്പോൾ എന്തോ ഒരു സംശയം. സ്കൂളിന്റെ വക പന്തല്, സരസ്വതിക്ക് സന്തോഷമാവാൻ ഇതിൽ പറ എന്തു വേണം, സരസ്വതി കൊച്ചിന്റെ കുടുംബക്കാരല്ലേ നിങ്ങളെല്ലാം എന്ന് വല്യമാമ അവരോട് പറയുമ്പോഴേക്കും ഇവിടെ പിന്നെ വിപുലമായ പരിപാടിയൊന്നും ഇല്ലാത്തോണ്ടാ ഞാൻ ഈ പന്തലിനെ പറ്റിയൊന്നും ആലോചിക്കാത്തതെന്ന് മഹേഷ് പറയണ കേട്ട് അല്ലെങ്കിൽ നീ അങ്ങോലെത്തിയേനെ എന്ന് വല്യമ്മാമ പറയണ കേട്ട് മേരിക്കുട്ടി ടീച്ചറും മിഥുൻ സാറിനും ഒക്കെ ചിരി വരുന്നുണ്ട്. ഇത് കണ്ട് ആകെ ചമ്മിപ്പോയ മഹേഷ് ആണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എന്തും ചെയ്യും, അതുകൊണ്ടാണല്ലോ ഞാൻ ചേട്ടനായി ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറയണ കേട്ട് ചേട്ടനായി നിൽക്കണമെങ്കിൽ വല്ല ചിലവൊന്നും ഇല്ലല്ലോ എന്ന് വല്യമാമയും തിരിച്ചു പറയുന്നുണ്ട്. ഇതുവരെ ഈ വീടിന് കല്യാണത്തിന്റെ ഒരു വൈബ് വന്നിട്ടില്ലായിരുന്നു, വൈബിന്റെ തുടക്കം നമ്മുടെ സ്കൂളിന്റെ വക തന്നെ ആവട്ടെ എന്ന് മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ട്. വല്യമാമ അപ്പോഴേക്കും കുട്ടിച്ചനെയും റെജിയെയും ജിജിയെയും വിളിച്ച് അവരെ കൂടി ഒന്ന് സഹായിക്കാൻ പറയുന്നുണ്ട്. പന്തലൊക്കെ കണ്ട് അങ്ങോട്ട് വരുന്ന രേണു ആകെ അത്ഭുതത്തോടെ നോക്കി ഹായ് കൊള്ളാം, സംഗതി എനിക്കൊരു കണ്ടന്റായി, ഷാമിയാന പന്തലിന്റെ പല പല സ്റ്റേജസ് എന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ ക്യാമറ റെഡിയാക്കി വ്ളോഗ് തുടങ്ങാൻ രേണു.
വീണ അപ്പോഴേക്കും പന്തൽ പണിക്കാർക്കെല്ലാം കുടിക്കാനുള്ള വെള്ളവുമായി വരുന്നുണ്ട്. ഇത് കണ്ട് വല്യമാമ തന്റെ മോൾ ജീജയെ വിളിച്ച്, കല്യാണ പെണ്ണിനെ കൊണ്ടാണോ ഈ വക പണിയൊക്കെ ചെയ്യിക്കുന്നത്? ആ വെള്ളം അങ്ങ് എടുത്തു കൊടുത്തേ എന്ന് പറയുമ്പോഴേക്കും, ഞാൻ വെള്ളവും കൊണ്ട് വന്നതാ, ഈ വീണേച്ചിയാ തന്നെ സമ്മതിക്കാത്തതെന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോഴേക്കും കനി തന്റെ 2 കൈയിലും കാവ്യ ഋതുക്കുട്ടനെ പിടിച്ചോണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അവളെ കണ്ട് മേരിക്കുട്ടി ടീച്ചർ കനി ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുക. ശിശുപരിപാലന ടീച്ചറെ എന്ന് കനി പറയുമ്പോഴേക്കും, കനിക്കുഞ്ഞിനെ ഞങ്ങളാ പരിപാലിക്കുന്നതെന്ന് കാവ്യയും പറയുന്നുണ്ട്. അപ്പോഴേക്കും കനി ജോണിനെ തിരക്കുന്നത് കണ്ട് വീണ അവളെ നോക്കി കളിയാക്കി ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ലില്ലിക്കുട്ടി അങ്ങോട്ട് വന്ന് മേരിക്കുട്ടി ടീച്ചറോട് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ടീച്ചർ ഇവിടെ നിൽക്കായിരുന്നോ, ഞാൻ അടുക്കളയിൽ കുടുങ്ങിപ്പോയി എന്ന് പറയണ കേട്ട് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുന്നുണ്ട്. എല്ലാം നടക്കുന്നുണ്ട്. നേരത്തെ പണിക്ക് നിന്ന ആ സ്റ്റൈല് പെണ്ണിലെ അവൾ കളഞ്ഞിട്ട് പോയി. അവൾക്ക് കല്യാണ പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. മുൻകൂട്ടി കൊടുക്കുന്ന ലിസ്റ്റിലെ പണിയെ അവൾ ചെയ്യത്തുള്ളൂ. ലിസ്റ്റിലുള്ള പണി വീട്ടിൽ പോയിരുന്ന് ചെയ്തോന്ന് ഞാനും പറഞ്ഞു. എന്ന് ഞാനും കൂടി അടുക്കളയിലോട്ട് വരാന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ ലില്ലിയെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോവുക. അപ്പോഴേക്കും നമ്മുടെ മദനൻ സാറും കമലാക്ഷി ടീച്ചറും അങ്ങോട്ട് വരുന്നുണ്ട്. അവരെ കണ്ട് രണ്ടും കൂടി പണി തീരാറായപ്പോൾ എത്തിയല്ലോ എന്ന് സോമൻ സാറോട് മിഥുൻ സാർ വിളിച്ച് പറയുന്നുണ്ട്. വൈകിയോ സാറേ എന്ന് സോമൻ സാർ ചോദിക്കണ കേട്ട്, കല്യാണ വീടല്ലേ സാറേ, ഇവിടെ ബെല്ലടിക്കണ സമയത്ത് തന്നെ എത്തണോ എന്ന് കമലാക്ഷി ടീച്ചർ ചോദിക്കുമ്പോൾ, ഞാൻ ടീച്ചറിനെ കത്ത് നിന്നതാ, സമയത്ത് എത്താൻ പറ്റിയില്ല എന്ന് മദനൻ സാർ പറയണ കേട്ട്, അല്ലെങ്കിൽ തന്നെ ഇവര് രണ്ടാളും കൂടി ഒരുമിച്ചല്ലേ വരൂ സാറേ, കോംബോ പാക്ക് അല്ലേന്ന് മിഥുൻ സാർ കളിയാക്കുന്നുണ്ട്. കല്യാണ വീടായിപ്പോയി, അല്ലെങ്കിൽ അവൻ്റെ മോന്ത പിടിച്ച് ഞാൻ തറയിൽ ഉരച്ചേനെ എന്ന് മദനൻ സാർ കമലാക്ഷി ടീച്ചറോട് രഹസ്യം പറയുന്നുണ്ട്. മഹേഷ് അപ്പോഴേക്കും അങ്ങോട്ട് വന്ന് എല്ലാവരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുക. സരസ്വതി ടീച്ചറുടെ പ്രേതം അകത്തുണ്ടോ ആവോ എന്ന് പറഞ്ഞുകൊണ്ടാണ് മദനൻ സാർ പോകുന്നത്. പിന്നീട് കല്യാണൊരുക്കങ്ങൾ നടക്കുന്ന സന്തോഷിന്റെ വീട്ടിലേക്ക് ജോൺ എത്തുന്നുണ്ട്. സന്തോഷും ചേട്ടനും ചേട്ടത്തിയും കൂടി വീടൊക്കെ അലങ്കരിക്കുന്നത് കണ്ട് ഇമാതിരി അലങ്കാര പണികളൊക്കെ വീണയ്ക്കും ഇഷ്ടമാണെന്ന് ജോൺ പറയുന്നുണ്ട്. അപ്പോഴേക്കും സന്തോഷിന് വീണയുടെ കോൾ വരിക. വാങ്ങിയ ഡ്രസ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായോന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ, സാധാരണ അമ്മയാ എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങി കൊടുക്കാറ്, എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനൊന്ന് ആരും പ്രതീക്ഷിച്ചില്ല, എല്ലാവർക്കും സന്തോഷമായി എന്ന് സന്തോഷ് പറയുമ്പോഴേക്കും ചേട്ടത്തി റാണി അവിടെ ഇരുന്ന് കളിയാക്കി ചിരിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും കൂടി ഫോൺ ചെയ്യുന്നതിന് നിന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുക എന്ന് സന്തോഷ് വീണയോട് പറയുമ്പോഴേക്കും, ആരൊക്കെയാ എന്ന് വീണ ചോദിക്കുന്നത് കേട്ട് ആനന്ദേട്ടനും ഏട്ടത്തിയും പിന്നെ ജോണും ഉണ്ട്. സന്തോഷിനോട് ജോണിന് ഫോൺ കൊടുക്കാൻ പറയുന്നുണ്ട് വീണ. ജോൺ ഫോൺ വാങ്ങിക്കുമ്പോഴേക്കും, കള്ള ദുഷ്ടാ ജോണേട്ടാ, നിങ്ങൾ ആരുടെ ബന്ധുവാ, എനിക്കിപ്പോ അറിയണം. ഇവിടെ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം വന്ന് പന്തലിന്റെ പണിയൊക്കെ തുടങ്ങി. ജോണേട്ടനല്ലേ ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്, എന്നിട്ട് അവിടെ പോയി നിൽക്ക എന്നൊക്കെ വീണ ജോണിനെ വഴക്കു പറയുമ്പോഴേക്കും, ഇനി ഇതല്ലേ വീണയുടെ വീട്, അപ്പോൾ ഒരു ഗ്രൗണ്ട് സപ്പോർട്ടിന് ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വന്നതാ. സന്തോഷിന്റെ കൂടെ ബലമായിട്ടൊരാൾ വേണ്ടേ എന്ന് ജോൺ പറയണ കേട്ട്, അപ്പോൾ എനിക്ക് ബലമൊന്നും വേണ്ടേ, ഞാൻ ഇനി മിണ്ടില്ല, ഒന്നും പറയണ്ട എന്ന് പിണക്കത്തോടെ പറഞ്ഞ് സന്തോഷിന്റെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറയാ. സന്തോഷ് ഫോൺ വാങ്ങുമ്പോഴേക്കും, ജോണേട്ടിന് ഞാൻ നല്ല ഡോസ് കൊടുത്തിട്ടുണ്ടെന്ന് വീണ പറയുന്നുണ്ട്. ഇത് കേട്ട് സന്തോഷ്, ജോൺ ഞാൻ വിളിച്ചിട്ട് വന്നതാ, ഇവിടെ വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ അങ്ങ് നിന്നു പോയതാ, ഈ കേസിൽ ഞാൻ തന്നെയാ പ്രതി എന്നൊക്കെ സന്തോഷ് ജോണിന് വേണ്ടി വാദിക്കുമ്പോൾ, ഈ കേസിൽ ഒരു അപ്പീലുമില്ലെന്ന് വീണയും പറയുന്നുണ്ട്. പിന്നീട് താൻ ടെക്സ്റ്റൈൽസ് വെച്ച് റാണി ചേട്ടത്തിയുമായി കുറെ സംസാരിച്ചെന്നും ചേട്ടത്തി വളരെ കംഫർട്ടാണെന്നും വീണ പറയുന്നുണ്ട്. അപ്പോഴേക്കും വീണയെ ആരോ അകത്തുനിന്ന് വിളിക്കുമ്പോൾ, പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് വീണ കോൾ വെക്കുന്നുണ്ട്. ഏട്ടത്തിയെക്കുറിച്ച് വീണയ്ക്ക് നല്ല അഭിപ്രായമാണല്ലോ, അടിപൊളിയാണെന്ന് എന്ന് സന്തോഷ് പറയണ കേട്ട്, ആണോ, ഞങ്ങൾ ഇനി മരുമക്കളുടെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും ജോൺ അവരോട് യാത്ര പറഞ്ഞിറങ്ങാം. സന്തോഷ് ജോണിനെ യാത്രയാക്കാനായി കാറിനടുത്തെത്തുമ്പോൾ, താൻ ശരിക്കും ലക്കിയാണെന്ന് ജോൺ പറയുന്നുണ്ട്. വീണ നല്ലൊരു കുട്ടിയാ, എല്ലാവരോടും ഇഷ്ടമുള്ള, ശരിക്കും കെയറിംഗ് ഉള്ള, മനസ്സിലാക്കി പെരുമാറുന്ന നല്ലൊരു കുട്ടി. കാര്യം ഒറ്റമുണ്ടും സൈക്കിളും ഒക്കെ ആയിട്ട് നടക്കുമെങ്കിലും സ്വപ്നങ്ങളെ ചേസ് ചെയ്യാൻ താൻ സൂപ്പറാ. ജോലിയുടെ കാര്യത്തിലും പാർട്ട്ണറുടെ കാര്യത്തിലും താൻ അത് പ്രൂവ് ചെയ്തു. സരസ്വതി ടീച്ചറോട് പോയി വീണയുടെ കാര്യം സംസാരിച്ചില്ലേ, അതും കിടു എന്ന് ജോൺ അഭിനന്ദിക്കുമ്പോൾ, അത് വീണയെ നഷ്ടപ്പെടുമെന്നുള്ളത് പേടിന്ന് കിട്ടിയ ഒരു ധൈര്യ. സന്തോഷ് പറയുമ്പോഴേക്കും ജോൺ ടെൻഷനോടെ, എനിക്ക് ഈ കാര്യത്തിലൊക്കെ തന്നോട് വലിയ മതിപ്പാ, എല്ലാം സാധിക്കുക എന്നതും ഒരു ഭാഗ്യമാണ്. എനിക്കന്ന് ഡൽഹിയിലൊരു ജോലി ശരിയായതാ, പക്ഷേ അമ്മയ്ക്ക് ഈ മണ്ണ് വിട്ട് ഒരിടത്തോട്ടും പോകാൻ പറ്റില്ല, അമ്മയെ ഒറ്റയ്ക്കാക്കി പോവാൻ എനിക്കും ആവില്ല. ഇങ്ങോട്ട് വന്നൊരു റിലേഷൻ പോലും ഞങ്ങൾ സ്കൂട്ടായത് അങ്ങനെയാ.
എന്നൊക്കെ സങ്കടത്തോടെ ജോൺ പറയുമ്പോഴേക്കും നമ്മുടെ പോറ്റിമാമൻ അപ്പുറത്തൊരു മാവിൻ്റെ ചില്ലയ്ക്ക് പുറകിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. സമയമാവുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ചു വരും എന്ന് പറഞ്ഞ് സന്തോഷ് ജോണിനെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും ജോൺ യാത്ര പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പോറ്റിമാമൻ സന്തോഷിൻ്റെ അടുത്ത് വന്ന് ആ താടിക്കാരനെ ഒട്ടും വിശ്വസിക്കേണ്ട കേട്ടോ, അവനെ കണ്ടറിയാം അവനൊരു പിഴയാണെന്ന്. പോറ്റിമാമൻ പറയണ കേട്ട് അവനൊരു പാവാണെന്ന് സന്തോഷം പറയാ. പോറ്റിമാമനപ്പോ ജോണിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയ കവിളും തടവിക്കൊണ്ട് നീ എന്താടാ സന്തോഷം ഈ പറയുന്നത്, ഇവനൊക്കെ ഒന്ന് പറഞ്ഞിട്ട് രണ്ടിനടിയാ എന്ന് പറയുമ്പോഴേക്കും പോറ്റിമാമൻ എന്തായാലും കിട്ടിയോ എന്ന് സന്തോഷ് ചോദിക്കുന്നുണ്ട്. പിന്നെ എന്നെ അടിച്ചിട്ട് ആരെങ്കിലും ഇവിടുന്ന് പോവോ, എനിക്കവനെ കണ്ടറിയാം, അവന്റെ മൂക്കും കണ്ണും ഒക്കെ കണ്ടാൽ അറിഞ്ഞൂടെ അവനൊരു പെശകാണെന്ന്. ഇങ്ങനെയുള്ളവനൊന്നും കെട്ടാതിരിക്കുന്നതാ നല്ലത്, കെട്ടിയാലേ ആ പെണ്ണൊക്കെ അടി കൊണ്ട് മുടിഞ്ഞു പോകും എന്ന് പോറ്റിമാമൻ അവനെ കുറ്റപ്പെടുത്തി പറയണ കണ്ട് സന്തോഷ് മാമനെ നോക്കി കളിയാക്കി ചിരിച്ചോണ്ട് അവിടെ നിന്ന് പോകുമ്പോഴേക്കും തൻ്റെ അടി കിട്ടിയ കവളും തടവിക്കൊണ്ട് പോറ്റിമാമ അവിടെ നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് നാട്ടിലേക്ക് വന്ന മോഹൻ തൻ്റെ വണ്ടിയിൽ വന്ന് സന്തോഷിന്റെ വീടിന്റെ മുന്നിൽ കുറച്ചു മാറി വണ്ടി നിർത്തുന്നതാണ്. അയാൾ ആ കല്യാണത്തിന്റെ ക്ഷണക്കത്തെടുത്തു തുറന്ന് കണ്ണേറ്റുകര ശ്രീനിലയത്തിൽ നടേശന്റെയും മണിയമ്മയുടെയും മകൻ സന്തോഷ് എൻ എന്ന് വായിച്ചുകൊണ്ട് എന്തോ മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനിച്ചതുപോലെ ആ വീട്ടിലേക്ക് നോക്കിയിരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.